എങ്ങനെയാണ് തംബ്നെയിൽസ് ഉണ്ടാക്കുകയെന്ന് എൻ്റെ ഇവിടെ അടുത്തുള്ള കുറച്ച് കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കും ഉപയോഗമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തംബ്നെയിൽസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റായിട്ട് ഞാൻ പിക്സാർട്ടാണ് ഞാൻ തംബ്നെയിൽസ് ഉണ്ടാക്കാൻ അധികം ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങളും പിക്സാർട്ട് ഉപയോഗിച്ചോ. ഓക്കെ, നമ്മൾ പിക്സാർട്ടാണ് ഉപയോഗിക്കാറ്. ഞാൻ ഇവിടെ ഇത് സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി പിക്സാർട്ട് നമുക്ക് ഓപ്പണായി വരും. ഓപ്പൺ ആകാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അത് പിക്സാർട്ട് ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇവിടെ ഇത് എഡിറ്റ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷനിൽ ഫസ്റ്റ് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത്, മേക്ക് കോളേജാണോ അവിടെ കുറേ ഇതൊക്കെ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഇതേമാതിരി ക്യാമറ കൊടുക്കും. നമ്മൾ അവിടെ പോവാതെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. നമുക്ക് ചില ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും അധികം കിട്ടാറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പോയിട്ട് എനിക്കേതെങ്കിലും ഒരു ഇഷ്ടമുള്ള കളറ് ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിത് ഗ്രീൻ കളർ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫോട്ടോ നമുക്ക് ആവശ്യമുണ്ട്. ഇനി അത് കട്ടൗട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമുക്കൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞാനിതേ മുന്നേ തന്നെ ഒരു ഫോട്ടോ ഇതാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയാണ് ഞാൻ ഇവിടെയാണ് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. കട്ടൗട്ട് പോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പേഴ്സൻ്റെ രൂപത്തിൽ കട്ടൗട്ടായി കിട്ടും. ഇനി നമുക്കിത് എവിടെയെങ്കിലും ഒക്കെ കിട്ടുമോ, ഇതിന് എവിടെയെങ്കിലുമൊക്കെ മറ്റേ ഈ ഒരു പിക്ചറിന് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ടൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ ഇറേസ് ചെയ്യാം. ഈ ഒരു പിക്ചർ നമുക്കൊന്ന് ഇറേസ് ചെയ്യണം. പോയി ഗൈസ്. നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റാക്കി കൊടുക്കാം. ഗൈസ് ഒരു സെക്കൻഡ്, ഇതിപ്പോൾ എന്തോ ഒന്ന് ആയിപ്പോയി. നമ്മുടെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആഡ് നോക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ടൗട്ട് ചെയ്യണം. പേഴ്സണിന് കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം നേരെ മാതിരി ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു പിക്ചറിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ കോണ്ടാക്ട്സ് നമുക്ക് കുറച്ചിങ്ങനെ കൂട്ടിക്കൊടുക്കാം. ക്ലാരിറ്റി നമുക്ക് കാണാൻ എത്രയാണോ അത്രയും നമുക്ക് ക്ലാരിറ്റി കൊടുക്കാം. ഇത് കൊടുത്തിട്ട് ഞാൻ ഹൈലൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഷേഡോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തത് കുറച്ചുകൂടി ക്ലിയറിൽ കിട്ടാനാണ് ഞാൻ കൊടുക്കുന്നത്. ഹൈലൈറ്റ്സ് കുറച്ചും കൂടി മുഖം തെളിഞ്ഞ് നമുക്ക് കിട്ടുന്ന പോലെ തോന്നും. അപ്പോൾ ഫോട്ടോൻ്റെ കാര്യത്തിൽ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിനെ കുറച്ച് ക്രോപ്പ് ചെയ്യണം. അതിനായിട്ട് നമുക്കിവിടെ 16 സൈസ് ഉണ്ടാവും. പക്ഷേ 16 സൈസ് ഇതിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഇതന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, സ്ക്വയർ തന്നെ എടുത്ത്. ഓക്കെ, നമുക്കിവിടെ ഒരു ശരി നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ടെക്സ്റ്റിൽ പോയി പ്രസ് ചെയ്യണം. അപ്പോൾ എൻ്റർ ചെയ്തൊരു ടെക്സ്റ്റ് ഉണ്ടാവും. അവിടെ നമുക്ക് വലുതായിട്ട് ടെക്സ്റ്റ് അടിക്കാൻ വേണ്ട. ഓക്കെ, ഞാൻ അതൊന്ന് ടെക്സ്റ്റ് അടിക്കട്ടെ. ഇനി കിട്ടോ വലുതന്നെ ആവുമല്ലേ. ഹൗ ടു ക്രിയേറ്റ് my
ചെറുതായി പോയോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് കൊടുക്കാം. ഞാൻ കുറച്ച് സ്ട്രോക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹൗ ടു ക്രിയേറ്റ് മൈ തംബ്നെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പിക്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിക്കേഴ്സ് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ബട്ടർഫ്ലൈസിൻ്റെ ഒരു പിക്ചർ കൊടുക്കാം. ബട്ടർഫ്ലൈ ഒരു ഇവിടെ നമുക്കൊരു സ്റ്റിക്കറും കൂടി വേണം. ബട്ടർഫ്ലൈ അല്ലാത്തൊരു സ്റ്റിക്കറാവാം. നമുക്കൊരു ഫ്ലവർ കൊടുക്കാം. നമുക്ക് ഏത് ഫ്ലവറാണ് ഏറ്റവും ഇഷ്ടം, ഒരു ഫ്ലവർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലവർ വെച്ചാണ് കുറച്ചുകൂടി എസ്തറ്റിക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ഫ്ലവറൊക്കെ കൊടുക്കുന്നത്. പ്രോമ നിൽക്കേണ്ടതാണ് കേട്ടോ, സോറി. ഇപ്പം ഇങ്ങനത്തെ ചില പൂവുകളൊക്കെ പ്രോ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഹിബിസ്കസ് കൊടുക്കാം. നമുക്കിനി ഒരു ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്റ്റിക്കറും കൂടി എനിക്കെന്തോ വെക്കണം പോലെ തോന്നുന്നു. നമുക്ക് വെക്കാം. ടോയ്സിൻ്റെ ഒരു തമ്മിലല്ല ഒരു സ്റ്റിക്കറാണ് നമ്മൾ വെക്കണത്. ഒരു ടെഡിയുടെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനൊരു ടെഡി കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രൂപത്തിലാച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് ഇതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയൊരു തമ്മിൽ. ഇതിങ്ങനെ ഇവിടെ ഒരു ഡൗൺലോഡിൻ്റെ ഒരു ഇതുണ്ടാവും, ചിഹ്നം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻ കൊടുക്കുക, ഈ JPG അതിൻ്റെ ഫോർമാറ്റ്സ് കൊടുക്കാം നമുക്ക്. ഞാൻ JPGയിലാണ് എന്നും ക്രിയേറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു പരസ്യം വന്നിട്ടാണ് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഫോട്ടോ ക്രിയേറ്റ് ആയതൊന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, നമ്മുടെ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ നമ്മുടെ ഞാൻ ഇങ്ങനെ ഓരോ യൂസ്ഫുൾ വീഡിയോസ് ഇങ്ങനെ ഇടും. അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം.